കോഴിക്കോട് കക്കാടംപൊയിലിലെ നിരവധി കുടുംബങ്ങൾ വലിയ ആശങ്കയിൽ കഴിയുന്നു. സമീപത്തെ കരിങ്കൽ ക്വാറിയിലെ ഭീമൻ മൺകൂന താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ് മറ്റൊരു ദുരന്തം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമത്തിലെ കുടുംബങ്ങൾ. കക്കാടംപൊയിലിന് സമീപം വെണ്ടേക്കുംപൊയിൽ മേലേമങ്ങാട് പ്രദേശത്താണ് ജനങ്ങൾ ഭീതിയിൽ കഴിയുന്നത്. സ്വകാര്യ കരിങ്കൽ ക്വാറിയുടെ വൻ മൺകൂന താഴെയുള്ള ജനവാസ മേഖലയിലേക്ക് ഏത് നിമിഷവും പതിക്കാവുന്ന അവസ്ഥയിലാണ്. പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴ മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്വാറിന്നുള്ള മണ്ണും വേസ്റ്റും വലിയ വലിയ പാറകളും കൊണ്ട് ഇതുപോലെ കുന്നുകളായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നേരെ വരുന്നത് വെണ്ടേക്കുംപോയിൽ എന്ന പ്രദേശത്തേക്കാണ്. ഇതിന് തൊട്ട് ഈ മലയുടെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളും വയസ്സായ അമ്മയും കൂടെ അടുത്ത് താമസിക്കുന്നത്. ഈ മേയത്തും കാറ്റത്തും എങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആന വഴിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി എങ്ങോട്ടൊന്നും മാറാനും പറ്റുന്നില്ല. ആ രീതിയിൽ ആപ്പാടെ ബുദ്ധിമുട്ടിലാണ്. 3 കുടുംബങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്. കുന്നിന് മുകളിൽ നിന്ന് മണ്ണ് നേരിയ തോതിൽ താഴേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കനത്ത മഴ പെയ്യുന്ന രാത്രികളിൽ ഒന്നുറങ്ങാൻ പോലും സാധിക്കാതെ എപ്പോൾ വേണമെങ്കിലും മണ്ണ് തങ്ങളെ മൂടിയേക്കാം എന്ന ഭീതിയിലാണ് ഈ കുടുംബങ്ങൾ. ഞങ്ങൾ ആകപ്പാടെ മേടിച്ചത് എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും നിങ്ങൾ കണ്ടോളും. ഞങ്ങൾ ആ ഇതിലാണ്. പിന്നെ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് ഇതുപോലെ തന്നെയാണ്, മഴക്കാലത്ത് അതിലും ഭീകരമാണ്. അപകട ഭീഷണി സംബന്ധിച്ച് പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മീഡിയ 1 കോഴിക്കോട്. സാജിദ് അജ്മൽ തത്സമയ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അപ്പോൾ സാജിദ്, നമുക്കറിയാം കക്കാടംപൊയിലിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഏകദേശം വയനാടിനൊക്കെ സമീപമായ വയനാടിനോടൊക്കെ ഒരു സാദൃശ്യമുള്ള ചില സ്ഥലങ്ങൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലകളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അതൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വലിയ ടൂറിസ്റ്റ് സ്പോട്ട് കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആശങ്ക അത് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ഈ നാട്ടുകാരവിടെ ആവശ്യം ഉന്നയിക്കുന്നത്? എന്താണ് അവരുടെ നിലവിലെ അവസ്ഥ സാജിദ്? ജിൽസി, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ അതിർത്തി ഒരു മലയോര ഗ്രാമമാണ് കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. ഈ കക്കാടംപൊയിലുള്ള ഈ 3 കുടുംബങ്ങളാണ് ഭീതിയോടുകൂടി കഴിയുന്നത്. അവർക്ക് ഈ രാത്രി തങ്ങൾ സുരക്ഷിതമായി അന്തി ഉറങ്ങി എഴുന്നേൽക്കുമോ എന്ന ഭയത്തിലാണ് ഉള്ളത്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ആ വീടുകൾക്ക് മുകളിലാണ് കൂറ്റൻ മൺകൂന ഉള്ളത്. ഇത് കരിങ്കൽ ക്വാറിയുടെ ഭാഗമായി ഉള്ള അവർ നിക്ഷേപിച്ച മൺകൂനയാണ്. ഇതിനോട് ചേർന്ന് തന്നെ വലിയ പാറ കഷ്ണങ്ങളും ഉണ്ട്. ഇതെല്ലാം ഈ വലിയ മണ്ണ് ഒലിപ്പുണ്ടായി കഴിഞ്ഞാൽ, മഴയും മണ്ണൊലിപ്പും ഉണ്ടായി കഴിഞ്ഞാൽ താഴേക്ക് പതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വകാര്യ കരിങ്കൽ ക്വാറിയുടെ സ്ഥലത്താണ് ഇങ്ങനെ വലിയ മൺകൂനയും പാറകളും ഉള്ളത്. ഇത് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുമെന്നതിൽ സംശയമില്ല. നമുക്കറിയാം, ഈ വയനാട് ഉണ്ടായതിന് ഏതാണ്ട് സമാനമായ അവസ്ഥയാണ്. വയനാട് ഈ മണ്ണ് കൂട്ടിയിട്ടു, അവിടെ ചെറിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അത് വലിയ ദുരന്തമായി മാറുകയും ചെയ്തു. മണ്ണ് ചെറിയ രീതിയിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് താഴേക്ക് പതിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ജിൽസി, ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.